Hi all, welcome to PSC Eduvalley. ഇന്ന് നമ്മൾ നോക്കുന്നത് C-DAC-നെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിന്റെ കണക്റ്റിംഗ് ഫാക്റ്റുമാണ്. എക്സാം ഓറിയന്റഡ് ക്ലാസ് ആണ്. SSC PSC എക്സാമുകളിൽ ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. സൂപ്പർ കമ്പ്യൂട്ടർ അല്ല ഇന്നത്തെ നമ്മളുടെ വിഷയം, എന്നാലും സൂപ്പർ കമ്പ്യൂട്ടർ ഒക്കെ പറഞ്ഞാലേ നമുക്ക് അതിനകത്തോട്ടൊക്കെ എത്താൻ പറ്റുള്ളൂ. ചെറിയൊരു കഥയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അക്കോർഡിംഗ് ടു സൈസ്, വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും വലിപ്പമേറിയ അതിസങ്കീർണമായ ജോലികൾക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് നമുക്കറിയാം അല്ലെ. അതിന്റെ ഹൈ സ്പീഡാണ്, ഹൈ മെമ്മറി കപ്പാസിറ്റി ആണ്, എല്ലാം വളരെ ഹൈ ആണ് എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അതൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആദ്യമായിട്ട് നിർമ്മിച്ചത് അല്ലെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതായിരുന്നു? CDC 6600 ആയിരുന്നു. CDC 6600. എന്താണ് CDC എന്ന് കുറച്ച് പേർക്കൊക്കെ അറിയുള്ളൂ. എല്ലാവരും വേൾഡ് ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ CDC എന്നുള്ളത് പഠിച്ചു വെക്കും. എന്താണ് CDC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ ഡാറ്റ കോർപ്പറേഷൻ എന്നുള്ളതാണ് ഫുൾ ഫോം. ഈ കൺട്രോൾ ഡാറ്റ കോർപ്പറേഷൻ എന്നുള്ളതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ CDC 6600 പുറത്തിറക്കിയ കമ്പനിയാണ് കൺട്രോൾ ഡാറ്റ കോർപ്പറേഷൻ. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പുറത്തിറക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കമ്പനിയാണ്? കൺട്രോൾ ഡാറ്റ കോർപ്പറേഷൻ അഥവാ CDC. ഇനി ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ ആരായിരുന്നു? സീമോർ ക്രേ ആണ് അല്ലെ. നമുക്കറിയാം ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സീമോർ ക്രേ ആണ്. ഇനി ഇന്ത്യയില് ഉപയോഗിച്ച സൂപ്പർ കമ്പ്യൂട്ടർ, ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ച സൂപ്പർ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രേ XMB14 ആണ്. ചോദ്യം 2 എണ്ണം പഠിക്കാനുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ചത് ക്രേ XMB14 ആണ്. നമ്മൾ തന്നെ നിർമ്മിച്ച, ഭാരതീയര് തന്നെ നിർമ്മിച്ച ഇന്ത്യയുടെ സ്വന്തം സൂപ്പർ കമ്പ്യൂട്ടർ ഏതാ? ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരം 8000 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ജനറൽ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ പഠിച്ചു. ഇനിയാണ് നമ്മൾ C-DAC-നെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അവസാനത്തെ ഈ 2 ചോദ്യങ്ങൾ നോക്കുക. ഇന്ത്യയിൽ ഉപയോഗിച്ച ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ക്രേ XMB14 ആണ്. ഇന്ത്യയുടെ സ്വന്തം സൂപ്പർ കമ്പ്യൂട്ടർ, ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരം 8000 ആണ്. അപ്പോ ഈ ക്രേ XMB14 എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ കുറച്ചു കാലഘട്ടങ്ങൾ മുമ്പേ നമ്മൾ അമേരിക്കൻ പ്രോഡക്ട്സ് ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അമേരിക്ക എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രേ XMB14ന്റെ എക്സ്പോർട്ടിങ് ഇന്ത്യയിലേക്ക് നിർത്തിവെച്ചു. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ടുള്ള കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർമാരും മറ്റു ടെക്നീഷ്യന്മാരും എല്ലാം കൂടെ ചേർന്ന് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു കമ്പ്യൂട്ടർ വേണം, സൂപ്പർ കമ്പ്യൂട്ടർ വേണം, ഇന്ത്യയുടെ IT മേഖലയൊക്കെ ഒത്തിരി ഡെവലപ്പ് ആക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റില് രൂപം കൊണ്ടിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് C-DAC എന്ന് പറയുന്നത്, സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. ഈ ഒരു ക്രേ XMB14ന്റെ എക്സ്പോർട്ടിംഗ് നിന്നതോട് കൂടിയിട്ട് നമ്മളുടെ ഇലക്ട്രോണിക് IT മേഖലകളിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 1988 ഈ ഒരു C-DAC രൂപം കൊണ്ടിട്ടുള്ളത്. ആൻഡ് അതിന്റെ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാലോ, സെന്റർ ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. ഇനി ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂനെയിലാണ്. അപ്പൊ 1988 എന്ത് രൂപം കൊണ്ടിട്ടുള്ളത്? C-DAC രൂപം കൊണ്ടിട്ടുള്ളത്. ആദ്യത്തെ ഡയറക്ടർ എന്ന് പറയുന്നത് വിജയ് P. ഭട്കർ ആണ്. ഈ പേര് നിങ്ങൾക്ക് അറിയാം. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ആരാണ്? വിജയ് P. ഭട്കർ ആണ്. അപ്പൊ C-DAC-ന്റെ ആദ്യത്തെ ഡയറക്ടറും ആരാണ്? വിജയ് P. ഭട്കർ ആണെന്നുള്ളത് ഓർക്കുക. ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ഇന്ത്യയുടെ സ്വന്തം സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്നാണ് പറഞ്ഞത്? പരം 8000 ആണ് അല്ലെ. അപ്പോ പരം 8000 നിർമ്മിച്ചത്, ഡെവലപ്പ് ചെയ്തത് C-DAC ആണ്. അതുപോലെ നമുക്കറിയാം ഓരോ തദ്ദേശീയ ഭാഷകൾക്ക് വേണ്ടിയിട്ടും ഇൻസ്ക്രിപ്റ്റ് കീബോർഡുകൾ ഉണ്ടല്ലേ, ആ കീബോർഡുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് C-DAC ആണ്. അതുപോലെ ഭാരതത്തിന് സ്വന്തമായിട്ടുള്ള ബോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലേ. ഓക്കെ, ആ ബോസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതും എവിടെയാണ്? C-DAC ആണ്. ഓക്കെ, ക്ലിയർ? അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ C-DAC-ഉമായിട്ട് പഠിക്കാനുണ്ട്. എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1988. ഹെഡ് ക്വാർട്ടേഴ്സ് പൂനെയിലാണ്. ഫസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് വിജയ് P. ഭട്കർ ആണ്. അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇനി ഇൻസ്ക്രിപ്റ്റ് കീബോർഡ്, ബോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ നമ്മളുടെ പരം സീരീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്? C-DAC ആണ്.
ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇനി അടുത്തൊരു കാര്യം പഠിക്കാനുള്ളത്, പരം സീരീസ് ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഇന്ന് നോക്കുന്നത് പരം എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ്? പരം മീൻസ് പാരലൽ മെഷീൻ എന്നുള്ളതിന്റെ അക്രണയമാണ് പരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പാരലൽ മെഷീൻ എന്നുള്ളതിന്റെ അക്രണയമാണ് പരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് പരം എന്ന് പറയുന്നത് ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്, സംസ്കൃത വാക്കാണ്. ആൻഡ് അതിന്റെ അർത്ഥം സുപ്രീം, ദ മോസ്റ്റ്, ദ അൾട്ടിമേറ്റ് എന്നുള്ളതൊക്കെയാണ് അർത്ഥം. ഓക്കെ, പരം എന്ന് പറയുന്നത് പാരലൽ മെഷീൻ എന്നുള്ളതിന്റെ അക്രണയമാണ്. പരം എന്ന വാക്കിനർത്ഥം ദ സുപ്രീം, ദ അൾട്ടിമേറ്റ് എന്നൊക്കെയാണ്. പരം എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? സംസ്കൃത വാക്കിൽ നിന്ന് ഉള്ളതാണ്. അപ്പോൾ ഇന്ത്യ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പരം 8000. ക്രേ XMBയുടെ എക്സ്പോർട്ടിംഗ് നിർത്തിയതിനെ തുടർന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ ഡെവലപ്മെന്റിലൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആവുന്നത്. അപ്പൊ അങ്ങനെ അഡ്വാൻസ്ഡ് ആവാൻ കാരണമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് C-DAC. ഹെഡ്ക്വാർട്ടേഴ്സ് പൂനെയിലാണ്. 1988 ഡെവലപ്ഡ് ആയിട്ടുള്ളത്. ഇനി അതിന്റെ ഫുൾ ഫോം പറഞ്ഞു, ഫസ്റ്റ് ഡയറക്ടർ ആരാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നത് എങ്ങനെയാണ്? ഹി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ. അപ്പൊ C-DACന്റെ ചോദ്യങ്ങൾ എടുത്ത് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.